ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫങ്ഷൻ ആയാലും പാർട്ടിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പം എന്താ പറയുന്നത്, മെയിനായിട്ടുള്ളത് ചില്ലി ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ചില്ലി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ മെയിൻ ഐറ്റംസൊക്കെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ചടപടയെന്നൊരു 8-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതാണ് ചിക്കനിലൊരു യെല്ലോയിഷ് കളറൊക്കെ കാണുന്നത് കേട്ടോ. നമുക്കിത് 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ നമുക്കിത് കുഴച്ച് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ഒരു മസാല ചിക്കനിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനോ അല്ലെങ്കിൽ ബോണോട് കൂടിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ബോണോട് കൂടിയിട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിപ്പം 3 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾ ഓയിലോ വേറെ എന്തെങ്കിലും ഓയിലിനേക്കാളും നല്ലത് എന്തുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മൾ ആ ഒരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചുകൊണ്ടേയിരിക്കാം. ഓവർ ഹാർഡാവേണ്ട കാര്യമില്ല. കാരണം ഇത് കഴിഞ്ഞാൽ നമുക്കൊരു മസാലയിലും കുറച്ച് നേരം ചിക്കൻ ഇട്ട് വേവിക്കും. അപ്പം അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ അങ്ങ് ഹാർഡായി പോവും. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ചിക്കൻ വേവിച്ചാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അതിനേക്കാളും നന്നാവ് അങ്ങനെ ചെറിയ രീതിയിൽ അരിഞ്ഞിടുന്നതിനായിരിക്കും. ജസ്റ്റ് നമ്മൾ ആ ഒരു ചിക്കൻ്റെ കൂടെ ഇതിൻ്റെ ഒരു കടി കിട്ടുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയും തന്നെ സവാളേനേക്കാളും നല്ലത് ചെറിയുള്ളിയാണ്, കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം ഇട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഗ്രേവി കുറച്ചുകൂടെ സ്പൈസി ആയിരിക്കും. നല്ല കുറച്ച് വീട്ടിൽ ആളുകളൊക്കെ ഉള്ള വീടാണെങ്കിൽ കുറച്ചുകൂടെ ഇടുന്നത് നന്നായിരിക്കും. ഇവിടെ ഞങ്ങൾ പിന്നെ 3 പേരായതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം കൂടുതൽ ആളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല അധികം ഇട്ടിട്ടുണ്ട് നന്നായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് സ്പൈസിക്ക് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ വഴറ്റി കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കരിഞ്ഞു പോകുന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം. കുറച്ച് ഒരു 1-2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കുത്തുന്ന ഒരു സ്പൈസി സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേ നമ്മൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ചിക്കനിലേക്ക് ഇറങ്ങത്തുള്ളൂ. അതിനുശേഷം ഒരു 2 നുള്ള മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്വാദ് ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ പരുവത്തിലാക്കി വെക്കുക. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തീയിട്ടിട്ട് അത് അങ്ങനെ ഇരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു 8-10 മിനിറ്റോടെ നമുക്ക് ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഐറ്റമാണ്. അപ്പം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ ബൈ.